നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ വഴി കേരള നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് അഥവാ കേരള പ്രവാസി കേരളീയരുടെ ക്ഷേമ ബോർഡിനെ പറ്റി പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അനവധി പ്രവാസി മലയാളികൾ വിദേശത്തും ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലുമായി ജോലി ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ ജോലിയിലായിരിക്കുമ്പോഴും തിരികെ നാട്ടിലെത്തി സ്ഥിരതാമസമാക്കുമ്പോഴും പ്രവാസികൾ വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടാറുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കേരള സർക്കാർ രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതി പ്രവാസി ക്ഷേമനിധി വിദേശ മലയാളികൾക്കും ഇന്ത്യക്കകത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ കഴിയുന്നവരുമായ പ്രവാസികൾക്കും വേണ്ടി നടപ്പിലാക്കിയത്. കേരള നിയമസഭയിൽ ഇതിനായി കേരള പ്രവാസി ക്ഷേമനിധി ആക്ട് 2008 നിയമമാക്കുകയും 2009 കേരള പ്രവാസി കേരളീയ ക്ഷേമനിധി പ്രവർത്തനം ആരംഭിക്കുകയും 2010 കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് നിലവിൽ വരികയും ചെയ്തു. കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ അംഗത്വത്തിനുള്ള അപേക്ഷാ ഫോറങ്ങളും ചെലാൻ ഫോറങ്ങളും കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ മുഖ്യ ഓഫീസായ തിരുവനന്തപുരത്തും എറണാകുളം, കോഴിക്കോട് റീജിയണൽ ഓഫീസുകൾ, മലപ്പുറം, കോട്ടയ്ക്കലുള്ള ലൈസൺ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും കൂടാതെ ടി ഫോറങ്ങൾ, ചെല്ലാനുകൾ എന്നിവ മറ്റു ജില്ലകളിലെ അതാത് കളക്ടറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന നോർക്ക സെല്ലുകളിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നതാണ്. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ www.pravasiwelfarefund.org എന്ന വെബ്സൈറ്റിൽ നിന്നും ഇവ ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. 18 വയസ്സ് പൂർത്തിയാക്കിയിട്ടുള്ളവരും എന്നാൽ 55 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്തവരുമായ ഓരോ പ്രവാസി കേരളീയനും നിധിയിലെ ഒരു അംഗമാകുന്നതിന് തന്റെ പേര് രജിസ്റ്റർ ചെയ്യുവാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ്. വിദേശത്ത് ചുരുങ്ങിയത് 2 വർഷം ജോലിയെടുത്ത് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കും ഈ പദ്ധതിയിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഇത് പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ കുറിച്ചാണ്. ഇനി അടുത്തത് പറയുന്നത് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവരുടെ അംഗത്വത്തെക്കുറിച്ചാണ്. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവരും എന്നാൽ 55 വയസ്സ് പൂർത്തിയായിട്ടില്ലാത്തവരുമായ തൊഴിലിനായോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ കേരളത്തിൽ നിന്നും പുറത്തു പോയിട്ടുള്ളവരും 6 മാസത്തിലധികമായി കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും താമസിക്കുകയും അവിടെ തന്നെ തുടരുകയും ചെയ്യുന്ന ഓരോ പ്രവാസി കേരളീയനും നിധിയിലെ ഒരു അംഗമാകുന്നതിന് തന്റെ പേര് രജിസ്റ്റർ ചെയ്യുവാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ്. പ്രവാസി ക്ഷേമനിധി പ്രകാരം പ്രവാസികളെ 4ആയി തിരിക്കാം. ആപ്ലിക്കേഷൻ ഫോം 1A പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട പ്രവാസി കേരളീയൻ വിദേശം, അതായത് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നയാൾ. ആപ്ലിക്കേഷൻ ഫോം 1B പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട മുൻ പ്രവാസി കേരളീയൻ വിദേശം, അതായത് മുൻപ് വിദേശത്ത് ജോലി ചെയ്യുകയും ഇപ്പോൾ നാട്ടിൽ തിരിച്ചു വന്ന് കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തിരിക്കുന്ന ആൾ. ആപ്ലിക്കേഷൻ ഫോം 2A പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട പ്രവാസി കേരളീയൻ ഭാരതം, അതായത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവാസി. ആപ്ലിക്കേഷൻ ഫോം 2B പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ട കൽപ്പിത അംഗം, അതായത് മുൻപ് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ജോലി ചെയ്യുകയും ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തിരിക്കുന്ന ആൾ. ക്ഷേമനിധിയിൽ എങ്ങനെയാണ് ഫണ്ട് സ്വരൂപിക്കുന്നതെന്ന് നോക്കാം. ക്ഷേമനിധി പ്രധാനമായും സ്വരൂപിക്കുന്നത് നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള താഴെ കാണുന്ന 3 വിഭാഗങ്ങളിൽ നിന്നുള്ള അംശാദായ പിരിവിലൂടെയാണ്. പ്രവാസി കേരളീയൻ വിദേശം, മുൻ പ്രവാസി കേരളീയൻ വിദേശം, പ്രവാസി കേരളീയൻ ഭാരതം. ഇവർ 3 പേരും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫീ ഒറ്റത്തവണ അടയ്ക്കുന്ന 200 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫീ ആയിട്ട്. പിന്നീട് പ്രവാസി കേരളീയൻ വിദേശം എന്ന ഗണത്തിൽ വരുന്ന പ്രവാസി പ്രതിമാസം 300 രൂപയും മുൻ പ്രവാസി കേരളീയൻ വിദേശം പ്രതിമാസം 100 രൂപയും പ്രവാസി കേരളീയൻ ഭാരതം പ്രതിമാസം 100 രൂപയും കൽപ്പിതാംഗം പ്രതിമാസം 50 രൂപയുമാണ് അടയ്ക്കേണ്ടത്. കൽപ്പിതാംഗം എന്ന് പറഞ്ഞാൽ പ്രവാസി കേരളീയൻ ഭാരതം കേരളത്തിൽ തിരിച്ചു വരുന്ന പക്ഷം കൽപ്പിതാംഗമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേമനിധിയിലേക്ക് അംഗങ്ങൾ അടയ്ക്കുന്ന അംശദായത്തിന്റെ 2% സർക്കാരിന്റെ വിഹിതമായി ക്ഷേമനിധിയിലേക്ക് നിക്ഷേപിക്കുന്നു. ഇങ്ങനെയാണ് ക്ഷേമനിധി സ്വരൂപിക്കുന്നത്. അടുത്തതായി രജിസ്ട്രേഷൻ നോക്കാം. നമ്മൾ 1A, 1B, 2A, 2B കണ്ടു. 1A, 1B എന്നത് വിദേശത്തുള്ളവരും വിദേശത്തുണ്ടായിട്ട് തിരിച്ചു വന്നവരുമായിട്ടുള്ള ആളുകളുടെയാണ്. അവരുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് നോക്കാം. അംഗമാകാൻ അർഹതയുള്ള ഓരോ പ്രവാസി കേരളീയനും വിദേശം 1A ഫോറത്തിലും മുൻപ് വിദേശത്ത് താമസിച്ച് പ്രവാസി കേരളീയനും
വിദേശം 1B ഫോറത്തിലും പേര് രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 1A, B നമ്പർ ഫോറത്തിലുള്ള അപേക്ഷകളിൽ അപേക്ഷകന്റെ 6 മാസത്തിനകം എടുത്ത കളർ ഫോട്ടോ പതിപ്പിച്ചിരിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം പാസ്പോർട്ടിന്റെയും വിസയുടെയും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഹാജരാക്കണം. സർക്കാർ സംരംഭമായ നോർക്ക റൂട്ട്സിൽ നിന്നും പ്രവാസി തിരിച്ചറിയൽ കാർഡ് കൈപ്പറ്റിയിട്ടുള്ളവർ പ്രസ്തുത കാർഡിലെ ID നമ്പർ അപേക്ഷയിൽ കാണിച്ചിരിക്കണം. മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവർ പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പ് ഹാജരാക്കേണ്ടതില്ല. തിരിച്ചുവന്ന മുൻ പ്രവാസി കേരളീയൻ വിദേശം രജിസ്ട്രേഷനു വേണ്ടിയുള്ള 1B നമ്പർ ഫോറത്തിലുള്ള അപേക്ഷയോടൊപ്പം മേൽപ്പറഞ്ഞ രേഖകൾ കൂടാതെ അപേക്ഷകൻ 2 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ ഒരു പ്രവാസി കേരളീയനായിരുന്നുവെന്നും തിരിച്ചുവന്ന് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയതാണെന്നും ഇനി തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും കാണിക്കുന്ന ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രസിഡന്റ് ഓർ സെക്രട്ടറി, ഒരു ഗസറ്റഡ് ഓഫീസർ, നിയമസഭാംഗം, പാർലമെന്റ് അംഗം ഇവരിൽ ആരിൽ നിന്നെങ്കിലും ഒരു സാക്ഷ്യപത്രം ഹാജരാക്കണം. ഇപ്രകാരമുള്ള രേഖ ഹാജരാക്കാൻ കഴിയാത്തവർക്ക് ബോർഡ് ഇതിനായി നിശ്ചയിക്കുന്ന രേഖ ഹാജരാക്കി രജിസ്ട്രേഷനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ രജിസ്ട്രേഷന്റെ കാര്യം നോക്കാം. 2A ഫോം പ്രകാരം അംഗമാകാൻ അർഹതയുള്ള ഓരോ പ്രവാസി കേരളീയനും ഭാരതം 2A നമ്പർ ഫോറത്തിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അപേക്ഷയിൽ അപേക്ഷകന്റെ 6 മാസക്കാലത്തിനുള്ളിൽ എടുത്ത കളർ ഫോട്ടോ പതിച്ചിരിക്കണം. ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രവും അപേക്ഷകൻ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ തന്നെ 6 മാസത്തിലധികമായി താമസിക്കുന്ന പ്രവാസി കേരളീയനാണ് എന്നതിന് തെളിവായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവി അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ പാർലമെന്റ് അംഗം, നിയമസഭാ അംഗം ഇവരിൽ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രമോ റേഷൻ കാർഡോ ബോർഡ് നിശ്ചയിക്കുന്ന വിധത്തിലുള്ള രേഖയോ ഹാജരാക്കിയിരിക്കണം. ജനനത്തീയതി അല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുവാൻ ജനന മരണ രജിസ്ട്രാറുടെ സാക്ഷ്യപത്രം, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് ഹാജരാക്കേണ്ടത്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ചും ഏതെങ്കിലും വ്യവസായം അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ സ്ഥാപനം നടത്തുകയാണെങ്കിൽ അത് സംബന്ധിച്ചും സ്വയം തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ചും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് താമസിക്കുന്നത് എന്നത് സംബന്ധിച്ചും ബന്ധപ്പെട്ട സംസ്ഥാനത്തെ തൊഴിലുടമയിൽ നിന്നോ സ്ഥാപന അധികാരിയിൽ നിന്നോ വില്ലേജ് ഓഫീസറിൽ നിന്നോ തത്തുല്യ പദവിയിൽ കുറയാത്ത മറ്റേതെങ്കിലും അധികാരിയിൽ നിന്നോ ഉള്ള ഒരു സാക്ഷ്യപത്രമോ അവ ഹാജരാക്കാൻ കഴിയില്ല എങ്കിൽ ബോർഡ് നിശ്ചയിക്കുന്ന വിധത്തിലുള്ള രേഖകളോ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഇനി 2B പ്രകാരമുള്ള രജിസ്ട്രേഷൻ നോക്കാം. പ്രവാസി കേരളീയൻ എന്ന നിലയിലുള്ള അംഗത്വം റദ്ദാക്കുകയും എന്നാൽ ഒരു കൽപ്പിത അംഗമായി തുടരാൻ അർഹതയുള്ളതുമായ ഒരു അംഗം കൽപ്പിത അംഗമായി അംഗത്വം മാറ്റം ചെയ്യുന്നതിന് വേണ്ടി 2B നമ്പർ ഫോറത്തിലുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയിൽ കളർ ഫോട്ടോ പതിച്ചിരിക്കേണ്ടതും അപേക്ഷയോടൊപ്പം 6 മാസത്തിൽ കുറയാത്ത കാലം കേരളത്തിന് പുറത്ത് ജീവിച്ച് തിരിച്ചുവന്ന് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയനാണ് എന്ന് കാണിക്കുന്ന ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ, തദ്ദേശ സ്വയംഭരണ മേധാവി, ഗസറ്റഡ് ഓഫീസർ, MP, MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ, കോർപ്പറേഷൻ മേയർ എന്നിവരിൽ ആരെങ്കിലും നൽകിയ ഒരു സാക്ഷ്യപത്രമോ ബോർഡ് നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും രേഖയോ ഹാജരാക്കേണ്ടതാണ്. എല്ലാ അപേക്ഷകളും ബോർഡ് തീരുമാനിക്കുന്ന പ്രകാരം നേരിട്ടോ തപാൽ മുഖേനയോ ഓൺലൈനായോ ചീഫ്, മേഖല, ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇനി രജിസ്ട്രേഷൻ ഫീസിന്റെ കാര്യം നോക്കാം. രജിസ്ട്രേഷൻ ഫീസ് ഓഫീസിൽ നേരിട്ട് പണമായോ മണി ഓർഡറായോ നിയോഗിക്കപ്പെട്ട ബാങ്ക് മുഖേനയോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയോ ബാങ്ക് മുഖേന ട്രാൻസ്ഫർ ആയോ അടയ്ക്കാവുന്നതാണ്. ചീഫ്, മേഖല, ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിലാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അംഗത്വമുള്ളവരുടെ അംഗത്വ മാറ്റത്തിന് അപേക്ഷിക്കുമ്പോൾ അവരിൽ നിന്ന് പ്രത്യേക രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നതല്ല. നാമനിർദ്ദേശം ചെയ്യൽ, നോമിനേഷൻ ചെയ്യുന്ന കാര്യം. അപേക്ഷകൻ തന്റെ മരണശേഷം ഈ പദ്ധതി അനുസരിച്ചുള്ള ആനുകൂല്യങ്ങളും അർഹതപ്പെട്ട തുകയും നൽകേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരും മറ്റു വിവരങ്ങളും അപേക്ഷാ ഫോറത്തിൽ തന്നെയുള്ള നിശ്ചിത കോളത്തിൽ നാമനിർദ്ദേശം ചെയ്ത് നൽകേണ്ടതാണ്. എന്നാൽ അപേക്ഷകൻ കുടുംബം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന ആരെയെങ്കിലും മാത്രമേ നാമനിർദ്ദേശം ചെയ്യാൻ പാടുള്ളൂ. അംഗത്തിന് ഭാവിയിൽ തന്റെ കുടുംബത്തിൽ വരുന്ന മാറ്റമനുസരിച്ചോ ഉചിതമെന്ന് തോന്നുന്ന സമയത്തോ നാമനിർദ്ദേശ പത്രികയിൽ ഭേദഗതി വരുത്താവുന്നതാണ്. തിരിച്ചറിയൽ കാർഡ്. രജിസ്റ്റർ ചെയ്ത ഓരോ അംഗത്തിനും പദ്ധതിയിൽ അനുബന്ധമായി ചേർന്നിട്ടുള്ള 3A നമ്പർ ഫോറത്തിൽ ഫോട്ടോ ഉള്ള തിരിച്ചറിയൽ കാർഡ് ചീഫ് അല്ലെങ്കിൽ മേഖല അല്ലെങ്കിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് തിരിച്ചറിയൽ കാർഡ് കിട്ടും. ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയൽ കാർഡ്.
ഒരു പ്രവാസി കേരളീയന് നൽകിയ തിരിച്ചറിയൽ കാർഡ് നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി ഇതിനായി ബോർഡ് നിശ്ചയിക്കുന്ന ഫീസ് അടച്ച് അംഗത്തിന് മേഖല അല്ലെങ്കിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അംഗത്വത്തിനുള്ള അപേക്ഷയിൽ നൽകിയ വിവരങ്ങളിൽ, അതായത് രാജ്യം, സംസ്ഥാനം, തൊഴിൽ ഇവ മാറുമ്പോഴോ നൽകപ്പെട്ട മറ്റേതെങ്കിലും വിവരങ്ങളിൽ മാറ്റം വരുമ്പോഴോ അംഗം ബന്ധപ്പെട്ട ക്ഷേമനിധി ഓഫീസിൽ അപ്രകാരമുള്ള മാറ്റം വന്ന് 1 മാസത്തിനകം അറിയിക്കേണ്ടതാണ്. അംഗത്വം നഷ്ടപ്പെടലും പുനഃസ്ഥാപിക്കലും. അംശാദായം തുടർച്ചയായി 1 വർഷത്തിലോ 1 വർഷക്കാലമോ അതിലധികമോ അടയ്ക്കാൻ വീഴ്ച വരുത്തിയാൽ അംഗത്വം സ്വമേധയാ റദ്ദായി പോകുന്നതാണ്. എന്നാൽ അംശാദായം അടയ്ക്കാതിരുന്നത് ന്യായമായ കാരണങ്ങളാലാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ അദ്ദേഹം അധികാരപ്പെടുത്തിയ ഓഫീസർക്കോ ബോധ്യപ്പെടുകയും നാളിതുവരെയുള്ള കുടിശ്ശിക സർക്കാർ അധികാരത്തോടെ ബോർഡ് തീരുമാനിക്കുന്ന പലിശയും പിഴപ്പലിശയും ചേർത്ത് പൂർണ്ണമായി അടച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ പ്രത്യേക ഉത്തരവ് പ്രകാരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ അദ്ദേഹം അധികാരപ്പെടുത്തിയ മേഖല അല്ലെങ്കിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർക്കോ അംഗത്വം പുനഃസ്ഥാപിച്ചു കൊടുക്കാവുന്നതാണ്. അംശാദായം എന്നാൽ മാസമുള്ള തുക അടയ്ക്കുന്നതാണ്. ഇനി കേരള പ്രവാസി കേരളീയ ക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ നമ്മൾ അംശാദായം അടച്ച് ഈ അംഗത്വം എടുക്കുമ്പോൾ നമ്മൾക്ക് പ്രവാസികൾക്ക് നിറയെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പെൻഷൻ. 60 വയസ്സ് പൂർത്തിയായതും 5 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശാദായം അടച്ചിട്ടുള്ളതുമായ ഓരോ പ്രവാസി കേരളീയനായ വിദേശ അംഗത്തിനും പ്രതിമാസം 1000 രൂപയും 60 വയസ്സ് പൂർത്തിയായതും 5 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശാദായം അടച്ചിട്ടുള്ളതും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നതുമായ ഓരോ മുൻ പ്രവാസി കേരളീയനായ വിദേശ അംഗത്തിന് പ്രതിമാസം 500 രൂപയും പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പ്രവാസി കേരളീയൻ ഭാരത അംഗത്തിന് 500 രൂപ പെൻഷൻ അർഹതയുണ്ടായിരിക്കുന്നതാണ്. അടുത്തതായി കുടുംബ പെൻഷൻ. 5 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശാദായം അടച്ചിട്ടുള്ള ഒരു പ്രവാസി കേരളീയനായ അംഗവും പ്രവാസി കേരളീയൻ ഭാരത അംഗവും സ്വന്തം നാട്ടിൽ തിരിച്ചു വന്ന പ്രവാസി കേരളീയനായ വിദേശ അംഗവും ഒരു കൽപ്പിത അംഗവും, അതായത് എല്ലാ അംഗങ്ങളും മരണമടയുന്ന പക്ഷം അയാളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രതിമാസ കുടുംബ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. കുടുംബ പെൻഷൻ തുക ഓരോ വിഭാഗത്തിൽപ്പെട്ട പ്രതിമാസ പ്രായാധിക്യ പെൻഷൻ തുകയുടെ 50% ആയിരിക്കും. അവരുടെ പെൻഷൻ തുകയുടെ 50% കുടുംബ പെൻഷനായിട്ട് കൊടുക്കുന്നത്. അവശതാ പെൻഷൻ. തന്റെ നിത്യവൃത്തിക്കായി ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്നതിന് സ്ഥായിയായ ശാരീരിക അവശത മൂലം പ്രാപ്തിക്കുറവ് അനുഭവിക്കുന്നതും ക്ഷേമനിധിയിൽ 3 വർഷത്തിൽ കുറയാത്ത കാലയളവിൽ അംശാദായം അടച്ചിട്ടുള്ളതുമായ ഒരു അംഗത്തിന് അർഹതപ്പെട്ട പെൻഷൻ തുകയുടെ 40% തുല്യമായ തുക പ്രതിമാസ അവശതാ പെൻഷൻ ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ 40%, പെൻഷന്റെ 40%. മരണമടയുന്ന അംഗങ്ങളുടെ ആശ്രിതർക്ക് ധനസഹായം. ഈ പദ്ധതിയിൽ അംഗമായിരിക്കെ അസുഖം മൂലമോ അപകടം മൂലമോ മരണമടയുന്ന പ്രവാസി കേരളീയരായ വിദേശ അംഗത്തിന്റെ ആശ്രിതർക്ക് 50,000 രൂപയും വിദേശത്തു നിന്ന് തിരിച്ചു വന്ന് മുൻ പ്രവാസി കേരളീയനായ വിദേശ അംഗത്തിന്റെ ആശ്രിതർക്ക് 30,000 രൂപയും പ്രവാസി കേരളീയനായ ഭാരത അംഗത്തിന്റെ ആശ്രിതർക്ക് 25,000 രൂപയും കൽപ്പിത അംഗങ്ങളുടെ ആശ്രിതർക്ക് 20,000 രൂപയും മരണാനന്തര ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. ഇത് നമ്മൾ നോമിനേറ്റ് ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്നതാണ്. ചികിത്സാ സഹായം. ഗുരുതരമായ രോഗം ബാധിച്ച അംഗങ്ങളുടെയും കൽപ്പിത അംഗങ്ങളുടെയും ചികിത്സയ്ക്കായി ഒരംഗത്തിന് മുഴുവൻ അംഗത്വ കാലയളവിൽ 50,000 രൂപ എന്ന പരമാവധി പരിധിക്ക് വിധേയമായി ധനസഹായം അനുവദിക്കുന്നതാണ്. അതായത് മാക്സിമം എമൗണ്ട് 50,000 കിട്ടുക. 50,000 എന്ന ലിമിറ്റ് വരെ അവർക്ക് ചികിത്സാ സഹായം ലഭിക്കുന്നതാണ്. ധനസഹായത്തിന് അർഹതയുള്ള ഗുരുതരമായ രോഗങ്ങൾ ഏതൊക്കെയെന്ന് അതാത് കാലത്തെ ബോർഡ് അംഗീകരിക്കുന്ന പ്രകാരമായിരിക്കും. ബോർഡ് മുൻകൂട്ടി അംഗീകരിച്ചിട്ടുള്ള ആശുപത്രികളിലെ, ക്ലിനിക്കുകളിലെ അല്ലെങ്കിൽ ചികിത്സാ സ്ഥാപനങ്ങളിലെ ചികിത്സകൾക്ക് മാത്രമായിരിക്കും ധനസഹായത്തിന് അർഹത. വിവാഹ ധനസഹായം. കുറഞ്ഞത് 3 വർഷമെങ്കിലും തുടർച്ചയായി അംശാദായം അടച്ചു വരുന്ന കൽപ്പിത അംഗങ്ങൾ ഒഴികെയുള്ള അംഗങ്ങളുടെ പ്രായപൂർത്തിയായ പെൺമക്കളുടെയും സ്ത്രീ അംഗങ്ങളുടെയും വിവാഹ ചെലവിനായി 10,000 രൂപ ഒരംഗത്തിന് നിധിയിൽ നിന്നും ലഭിക്കുന്നതാണ്. എന്നാൽ 2-ൽ കൂടുതൽ തവണ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. പ്രസവാനുകൂല്യം.
തുടർച്ചയായി 1 വർഷക്കാലം അംശാദായം അടച്ചിട്ടുള്ള കൽപ്പിതാംഗങ്ങൾ ഒഴികെയുള്ള ഒരു വനിതാ അംഗത്തിന് പ്രസവത്തിന് 3000 രൂപ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഒരംഗത്തിന് 2-ൽ കൂടുതൽ തവണ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഗർഭം അലസൽ സംഭവിച്ച കൽപ്പിതാംഗങ്ങൾ ഒഴികെയുള്ള വനിതാ അംഗത്തിന് 2000 രൂപ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. എന്നാൽ 2 തവണ പ്രസവ ആനുകൂല്യമോ ഗർഭം അലസലിനുള്ള ആനുകൂല്യമോ രണ്ടും കൂടിയോ ലഭിച്ച അംഗത്തിന് തുടർന്ന് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. വിദ്യാഭ്യാസ ആനുകൂല്യം. 2014 മാർച്ചിൽ കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് പുറത്തിറക്കിയ വിജ്ഞാപനം പ്രകാരം പ്രവാസി കേരളീയരുടെ ക്ഷേമനിധി അംഗങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യം അല്ലെങ്കിൽ ഗ്രാന്റ് ലഭിക്കാനുള്ള അർഹതയുണ്ട്. ഇത് വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് എത്ര എമൗണ്ട് ആണ് ഗ്രാന്റ് എന്നൊക്കെയുള്ളത് അത് വെബ്സൈറ്റിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. ഇനി ഓഫീസ് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത്. എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ബോർഡിന്റെ മേഖലാ ഓഫീസുകൾ പ്രവർത്തിച്ചു വരുന്നു. ഓരോ മേഖലാ ഓഫീസുകളുടെയും കീഴിൽ വരുന്ന ജില്ലകളുടെ വിശദാംശം ചുവടെ ചേർക്കുന്നു. എറണാകുളം മേഖലാ ഓഫീസിന് കീഴിൽ വരുന്ന ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ. കോഴിക്കോട് മേഖലാ ഓഫീസിന് കീഴിൽ വരുന്ന ജില്ലകളാണ് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇതിനു പുറമെ പ്രവാസികൾ കൂടുതലുള്ള മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ ഒരു ലെയ്സൺ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നു. ബോർഡിന്റെ ഹെഡ് ഓഫീസിന്റെ ചുമതല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിലും മേഖലാ ഓഫീസുകളുടെ ചുമതല മേഖലാ എക്സിക്യൂട്ടീവ് ഓഫീസർമാരിലും നിക്ഷിപ്തമാണ്. ഇതിനി ഓരോ അഡ്രസ്സുകളാണ്. അവിടുത്തെ തിരുവനന്തപുരത്തെ അഡ്രസ്സ്, എറണാകുളം റീജിയണൽ ഓഫീസിന്റെ അഡ്രസ്സ്, കോഴിക്കോട് റീജിയണൽ ഓഫീസിന്റെ അഡ്രസ്സ്, അതുപോലെ കോട്ടയ്ക്കൽ മലപ്പുറം ലേസൺ ഓഫീസിന്റെ അഡ്രസ്സ്. ഇനി നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. പ്രവാസി വെൽഫെയർ ഫണ്ട്.org. ഇതാണ് കേരള നോൺ റെസിഡൻസ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെ നിന്ന് നമുക്ക് രജിസ്ട്രേഷൻ്റെ നിബന്ധനകളൊക്കെ വായിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ചുരുക്ക രൂപമാണ് ഇപ്പോൾ കണ്ടത്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ രജിസ്ട്രേഷൻ ഫോറങ്ങൾ ഇവിടെ കിട്ടും. 1A, 1B, 2A. അതുപോലെ തന്നെ ചെല്ലാനുകൾ, പേയ്മെൻറ്റിനുള്ള ചെല്ലാനുകൾ ഇവിടെ കിട്ടും. അതുപോലെ ഓരോ ആനുകൂല്യത്തിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളും ഇവിടെ തന്നെ ഉണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത മെമ്പേഴ്സിന് അവരുടെ ഡീറ്റെയിൽസുകൾ അറിയാനൊക്കെ ആയിട്ട് രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഈ വെബ്സൈറ്റിലേക്ക് ഈ പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് അംഗത്വ നമ്പറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.